എന്തിനാണ് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രിയപ്പെട്ട MP രാജേഷ് കാണിക്കുന്നത്? ഞാനിപ്പോൾ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് CPM-ഉം BJP-യും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു CPM BJP സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് MP രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്ന ചിലപ്പോൾ സുരേന്ദ്രനായിരിക്കാം. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ചടക്ക നടപടി ഉപതിരഞ്ഞെടുപ്പിന് ശേഷമാകാമെന്ന BJP നേതൃത്വത്തിന്റെ പദ്ധതി അപ്പാടെ അട്ടിമറിച്ചാണ് പാലക്കാട് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം. വരും ദിവസങ്ങളിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ സന്ദീപ് എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നാണ് BJP നേതൃത്വത്തിന്റെ ആശങ്ക. പാലക്കാട്ടെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് UAPA ചുമത്തിയിട്ടും ജാമ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് RSS പ്രവർത്തകൻ അന്വേഷിക്കണമെന്ന സന്ദീപിന്റെ പരാമർശം BJP നേതൃത്വത്തെ ഉന്നമിട്ടാണെന്നത് വ്യക്തം. K. സുരേന്ദ്രന്റെയും കൂട്ടാളികളുടെ സമീപനം മൂലമാണ് പാർട്ടി വിടേണ്ടി വന്നതെന്ന തുറന്നു പറച്ചിൽ കൂടുതൽ ആരോപണങ്ങളിലേക്ക് വഴി തുറക്കുന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. ED കേസുകളിലെ മെല്ലെപ്പോക്ക് ഉൾപ്പെടെ ആരോപണമുയർന്നപ്പോൾ മുഖ്യമന്ത്രിയുമായി BJPക്ക് രഹസ്യബന്ധമുണ്ടായെന്ന പ്രവർത്തകരുടെ സംശയം കൂടി സന്ദീപ് വിളിച്ചു പറഞ്ഞു. ഇത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ സന്ദീപിന്റെ വരവ് കോൺഗ്രസിന് ഉപകരിക്കും. പാർട്ടിയിൽ സമവായ നീക്കമില്ലെന്ന സന്ദേശം കിട്ടിയപ്പോൾ തന്നെ സന്ദീപ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ തുടങ്ങിയിരുന്നു. BJP നടപടിയെടുത്ത ശേഷം സന്ദീപിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നേട്ടമില്ലെന്ന് വിലയിരുത്തിയ കോൺഗ്രസ് നേതൃത്വം സമയോചിതമായി കരുനീക്കം നടത്തി. സന്ദീപിനൊപ്പം നേതാക്കളോ പ്രവർത്തകരോ പാർട്ടി വിടുമെന്ന് BJP നേതൃത്വം കരുതുന്നില്ല. എന്നാൽ സന്ദീപ് വിട്ടുപോയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് കരുതുന്ന നേതാക്കൾ പാർട്ടിയിലുമുണ്ട്. ഉപതിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സന്ദീപ് പുറത്തു പോകുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് ചിലർ വിലയിരുത്തുന്നു. പ്രചാരണ വേദിയിൽ ഇരിപ്പിടം നൽകാതിരുന്നത് ശരിയായില്ലെന്ന് കരുതുന്നവരുമുണ്ട്. തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്ന് C. രഘുനാഥിനെ മാറ്റണമെന്ന സന്ദീപിന്റെ ആവശ്യത്തിന് സംസ്ഥാന നേതൃത്വം വഴങ്ങിയിരുന്നില്ല. പ്രശ്നമുണ്ടായ ശേഷവും സമവായ നീക്കം BJP നേതൃത്വം നടത്തിയതുമില്ല. RSS നിർദ്ദേശം നൽകിയില്ലെന്ന് മാത്രമല്ല, വിവാദങ്ങൾക്കിടെ RSS വിശേഷാൽ സമ്പർക്ക പ്രമുഖ് A. ജയകുമാർ സന്ദീപിനെ സന്ദർശിച്ചെങ്കിലും വ്യക്തിപരമാണെന്നായിരുന്നു വിശദീകരണം. K. സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ BJPയിലെ ചില യുവ നേതാക്കൾ ഒരുമിച്ചൊരു നീക്കത്തിന് ശ്രമം നടത്തിയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തയാളാണ് പുറത്തേക്ക് പോയത്. അതേസമയം നേരത്തെ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തിരുന്ന CPM നേതാക്കൾ ഇന്നലെ നിലപാട് മാറ്റി. മതവിദ്വേഷ പ്രചാരകനായി സന്ദീപിനെ കോൺഗ്രസിലെടുത്തതോടെ UDF തകരുമെന്നാണ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചിരിക്കുന്നത്. സന്ദീപ് കോൺഗ്രസിൽ ചേർന്നതുകൊണ്ട് തങ്ങൾക്കൊരു കുഴപ്പവുമില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇനി നിങ്ങളിൽ ഒരുവനായി ഞാൻ ഉണ്ടാകും. ബാക്കി കാര്യങ്ങൾ പറയണ്ട്. ഏത്തോ ട്രെയിലറെ പൂരാ പിക്ചർ